നമസ്കാരം, വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഉത്തർപ്രദേശിലെ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ യാത്ര. ഞങ്ങളിപ്പോൾ മാംഗ്ലൂർ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. ഇതാണ് നമ്മുടെ ടീം. നമ്മൾ എത്ര പേരുണ്ട്? 9 പേര്, 10 പേര്, 9 പേര്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് നമ്മൾ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എല്ലാവരും. ബോർഡിങ്ങിൻ്റെ ടൈമായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്, ബോർഡിങ്ങിനായിട്ട് പോവാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പറയാതെ തന്നെ അറിയാം. അങ്ങനെ നമ്മൾ വാരണാസിയിലെത്തി. നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫോർമാലിറ്റിയാണ് ഇവിടുത്തെ സന്ദർശകരെ സ്വാഗതം ചെയ്യുക. മാലയിട്ട് സന്ദർശകരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരു മാല ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ്. നമ്മളെത്ര 9 പേര്, 10 പേര്, 9 പേര്. ഓക്കെ. അപ്പോൾ ഇതിലിടയ്ക്ക് ഒരാൾ തമാശ രൂപത്തിലൊരു കമൻ്റൊക്കെ പാസ്സാക്കുന്നുണ്ട്, 2ാമത് കല്യാണം കഴിച്ചു എന്നൊക്കെ. ഞങ്ങളൊക്കെ എല്ലാവരും സ്വന്തക്കാരാണ്, ബന്ധുക്കളാണ്. പുറമേ നിന്ന് അങ്ങനെ ആൾക്കാരൊന്നുമില്ല. നമ്മുടെ കസിൻസും അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പം ഇതിലൊരു മാല ബാക്കി വന്നു. ഞങ്ങൾ പറഞ്ഞു ഡ്രൈവറോട്, നിങ്ങൾ തന്നെ ആ മാല ഇട്ടു. അങ്ങനെ ഡ്രൈവർ മാല ഇട്ടു. ഡ്രൈവറെ കൂട്ടണം. അപ്പോൾ ഞങ്ങൾ ഒരു മഹാരാജ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇത് 17 സീറ്റർ ബസ്സാണ്. അത് 12 സീറ്റർ ആക്കി കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല സൗകര്യമാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങളുടെ ടൂർ അവസാനം വരെ ഈ ബസ് ഞങ്ങളുടെ കയ്യിൽ തന്നെ കാണും. അപ്പോൾ ഞങ്ങളിപ്പം എവിടെ പോകണം? നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വ്യൂസൊക്കെ കാണാം. നല്ല അതിസുന്ദരമായ സ്ഥലമാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല. UP വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്, ഭംഗിയായിട്ടുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ വിക്രം പാലസിലാണ് ഞങ്ങൾ വാരണാസിയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. വിക്രം പാലസ്. അങ്ങനെ ഞങ്ങൾ ഡിന്നറല്ലേ ഇപ്പം കഴിക്കുന്നത് നമ്മൾ? അതെ, ഡിന്നർ കഴിക്കുകയാണ്. വിക്രം പാലസിൽ തന്നെയാണ് ഡിന്നർ കഴിക്കുന്നത്. നല്ല ഭക്ഷണമാണ്. നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഇത് 3 സ്റ്റാറാ 4 സ്റ്റാറാ? 3 സ്റ്റാറാണ്. അല്ല, 4 സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ മുറി. ഞങ്ങൾ 2 പേരുടെ മുറി ഇതാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം വാരണാസിയിൽ നിന്ന് അയോധ്യയിലേക്ക് പോയി. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. ഈ ഗൈഡ് പറയുന്നത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇനിയും അയോധ്യ രാമക്ഷേത്രത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ്. ഇത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കോംപ്ലിമെൻ്റായിട്ട് വന്ന സാധനങ്ങളാണ്, ഗിഫ്റ്റായിട്ട് വന്ന സാധനങ്ങളാണ്. ഇത് ഇനിയും വെച്ച് പിടിപ്പിക്കാനുണ്ട് അമ്പലങ്ങളുടെ പരിസരത്ത്. ഇതിപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ കാണുന്നത് ഈ സാധനങ്ങൾ. ഇവിടെ ഒരു ശിവലിംഗം കാണാം. അതിന് മുമ്പിലായിട്ടൊരു ശിവൻ്റെ തൃശൂൽ കാണാം, വലിയ. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ശ്രീരാമക്ഷേത്രത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇത്
പറയുന്ന ഈ ഗൈഡ് പറയുന്നത് എത്രമാത്രം സത്യമാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ആദ്യ ദിവസമാണിത്. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് വാരണാസിയിൽ വന്നിറങ്ങിയത്. അവിടുന്ന് ഹോട്ടലിൽ നിന്ന് രാവിലെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞങ്ങൾ പുറപ്പെട്ട് അയോധ്യയിലെത്തിയതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ അയോധ്യ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ഈ കാണുന്നത്. കൂടെ ഒരു ഗൈഡുണ്ട്. अच्छा, इसमें क्या आवाज आता है? ओम ओम का आवाज आएगा। ओम 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 करके आवाज आता है। अच्छा, ये देखिए नया मॉडल है जो तीन मॉडल मिलेगा 300 आया था। सब पिलर का मॉडल है। तीसरे मंजिल के लिए पिलर रखा हुआ है सब। നമ്മുടെ ഗൈഡ് പറയുന്നത് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ 3-ാം നില പണിയാനുള്ള പില്ലേഴ്സാണ് ഈ കാണുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ അതിനുള്ള പില്ലേഴ്സാണ്. ആ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. सीता माता का मुँह दिखाई हुआ, मुँह दिखाई में कैकेयी माता ने सोने का महल दिया, कनक ने सोना और गौर का महल. ഇത് ശ്രീരാമനും സീതയും അല്ലേ? വീഡിയോ എടുക്കണോ? അവരുതാ ഇവിടെ ശ്രീരാമൻ സീതയുടെ ചെറുപ്പകാലവും അവരുടെ കല്യാണം ഇതൊക്കെ വർണ്ണിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ചെറുപ്പകാലവും കല്യാണവും ശ്രീകൃഷ്ണൻ്റെ പൂന്തോട്ടം എന്താണെന്ന് പറയുക, ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവനം, നല്ല രസമായിട്ടിത് വർണ്ണിച്ചിരിക്കുകയാണ്. വളരെ അവർ ജീവിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവുകയും കണ്ടാൽ അതുപോലെയാണ് അവർ ഈ കാണുന്ന സംഭവങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്, അനുഭവപ്പെടുന്നുണ്ട്. ശ്രീ ഹനുമാൻ ഗഡ്ഡി, എന്താണ് ഗഡ്ഡി ക്ഷേത്രം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെ, നമ്മൾ ആദ്യം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ശ്രീരാമക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ. ഇവിടെ ക്യാമറ അലൗഡ് അല്ല, പക്ഷേ അങ്ങനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താണിത്. നല്ല തിരക്കാണ്.
ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് ശ്രീരാമക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ അയോധ്യയിലാണല്ലോ ഈ ഹനുമാൻ ക്ഷേത്രമൊക്കെ അയോധ്യയിലാണ്. നമ്മൾ ഈ കണ്ട സാധനങ്ങളൊക്കെ അയോധ്യയാണ്. ആ സ്ഥലത്തിന് പൊതുവെ പറയുന്ന അയോധ്യയാണ്. പക്ഷേ ഇപ്പം നമ്മൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ അടുത്താണുള്ളത്, അതിൻ്റെ പരിസരത്താണുള്ളത്. വളരെ വിശാലമായ ഒരു സംഭവമാണ് ഇവിടെ കിടക്കുന്നത്. മൊത്തം ഇവിടെ വൃത്തിയും കാര്യങ്ങളൊക്കെ വളരെ നല്ല ഒരു എന്താ പറയുക, നല്ല വൃത്തിയും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഇതാണ് തുളസിദാസിൻ്റെ പ്രതിമയാണ്. ഇവിടെയാണ് എന്താണുള്ളത്, ക്ലോക്ക് റൂം. വളരെ വിശാലമായ ക്ലോക്ക് റൂമാണ് ഇവിടെ ഉള്ളത്. നമ്മളുടെ കയ്യിൽ ടെലിഫോണോ ഒന്നും കൊണ്ടുപോകാൻ, ഒരു സാധനം നമ്മൾക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ക്യാമറ അലൗഡ് അല്ല. അയോധ്യ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒന്നും തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് തുളസീദാസിൻ്റെ പ്രതിമയാണ്. ശ്രീരാമക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ശ്രീരാമക്ഷേത്രത്തിൻ്റെ പുറത്താണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്, പരിസരത്താണുള്ളത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ കൊട്ടാരം, ആരുടെ കൊട്ടാരമാണ്? ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരം കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നത് കനകഭവൻ. കനകഭവൻ എന്ന് പറയുന്നത് ശ്രീരാമൻ സീതയുടെ കല്യാണ ശേഷം കൈകേയി മാത, അതായത് ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയായ കൈകേയി സീതയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് കനക് ഭവൻ എന്നറിയപ്പെടുന്നത്. കനക് ഭവൻ എന്ന് പറയുന്നത് കനകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വീട്, അങ്ങനെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ കൊട്ടാരം ഇപ്പോൾ സ്വർണം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ മാർബിളും കല്ലും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഭവനമാണത്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം റീകൺസ്ട്രക്റ്റ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അയോധ്യയിൽ 2ാം ദിവസം പ്രഭാത ഭക്ഷണം. എല്ലാവരും ഒരു വേറെ വേറെ സ്പ്രെഡാണ്. ഇത് ശോഭ മാത്രമേ വരാനുള്ളൂ. ഇമ്പ്രൂവ്മെന്റ് കുറവ്.
ഞങ്ങളിപ്പോൾ സരയൂ നദീതീരത്താണ്. സരയൂ നദിയിലാണ് ശ്രീരാമൻ എന്താണ് ജലസമാധിയായത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് ഞങ്ങൾ ബോട്ട് വഴി സരയൂ നദിയുടെ മറുകരയ്ക്ക് പോവുകയാണ്. हम इങ്ങോട്ട് നോക്ക്. इंजन है ना इधर, हाँ तो इधर ही बैठिए, इंजन बस बस बस, अरे यार आराम से बैठना. स्विमिंग അറിയില്ല അല്ലേ? സ്വിമ്മിംഗ് അതാ കുറച്ച് മുകളിലോട്ടക്കടി. ആ ഇങ്ങനെ സരയൂ നദിയുടെ മറുവശത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. സരയൂ നദീതീരത്തുള്ള ഗുപ്ത മഹലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ലേ? അതിൻ്റെ ഉൾവശമാണത്. ഒരുപാട് പഴക്കം ചെന്ന ഒരു മഹൽ. അതിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അയോധ്യ എന്ന് പറയുന്നത് തന്നെ ഇവിടെ ശ്രീരാമനും സീതയും അവരുടെ ബന്ധുക്കളും അവരുടെ കൊട്ടാരങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് അയോധ്യ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനജീവിതം തന്നെ ജനങ്ങൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ടാണ്. ഭക്തിയും അമ്പലങ്ങൾ, ചെറിയ ചെറിയ അമ്പലങ്ങളും. ഏകദേശം 7000 അമ്പലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങൾ.
മണിപർവ്വതം. മണിപർവ്വതത്തിൻ്റെ ചില വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. മണിപർവ്വതം എന്ന് പറയുന്നത് ഭരതൻ, അതായത് ഹനുമാൻജി മൃതസഞ്ജീവനിയുമായി അയോധ്യ പാസ് ചെയ്യുന്ന സമയം ഭരതൻ വിചാരിച്ചു ഇത് ശത്രുവാണെന്ന് വിചാരിച്ച് ഹനുമാൻജിയെ അമ്പെയ്യുന്നതാണ്. ആ സമയം ഹനുമാൻ വീഴുന്ന ഈ സ്ഥലമാണ് മണിപർവ്വതം. മണിപർവ്വതത്തിൻ്റെ പരിസരത്തുള്ള മാർക്കറ്റാണ്. വളയും മാലയും ഇതൊക്കെ കണ്ടാൽ പിന്നെ പെണ്ണുങ്ങൾ അവിടെ ഈ സ്റ്റക്കായി, പിന്നെ കൈ വലിച്ചു കൂട്ടിക്കൊണ്ടുപോകും. अच्छा ये देख लो, ये 130 कर देना, 10 रुपीस और दे दो। अच्छा ये देख लो, बड़ी चीज़ है, बड़ा अच्छा। पन्नी में डाल। ये टूटेगा ना? शीशा है, ग्लास है, कोई टूटेगा नहीं पर ये देखो, ये लेटेस्ट है, ये 4000 का है, नहीं, मजबूत है। 4000 का है। नहीं। ओके, ये वाला देख लीजिए, वो 4 पीस में, ये 2 पीस। ये वाला चाहिए, ये 4000 रुपया, 4000 ഡിസ്കൗണ്ട്. ആ ഇതിന് 4000 വേണമെങ്കിൽ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ചാർധാം മന്ദിർ. ചാർധാം മന്ദിർ എന്ന് ഉദ്ദേശിക്കുന്നത് 4 അമ്പലങ്ങളാണ്. ഏതൊക്കെയാണ്? അല്ല, അല്ല, അങ്ങനെയല്ല, 4 അമ്പലങ്ങളിൽ പോയതിന് തുല്യമായിട്ട്. അതിൽ ഈ 4 അമ്പലങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രാമേശ്വരം, ദ്വാരക, ജഗന്നാഥപുരി, ബദ്രിനാഥ്. ഈ 4 അമ്പലങ്ങൾക്ക് തുല്യമാണ് ഈ ചാർധാം മന്ദിർ സന്ദർശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പോകുന്നത്. ഈ കാണുന്നത് വാൽമീകിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോംപ്ലക്സാണ്, ബിൽഡിംഗ് കോംപ്ലക്സാണ്. അതായത് ഇതിൻ്റെ പേര് ശ്രീമദ് വാൽമീകി രാമായണ മന്ദിർ ഭവൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ വാൽമീകിയുടെയും അതുപോലെ ലവ് കുഷ്മാരുടെയും അമ്പലം ഇതിൻ്റെ അകത്ത് കാണാം. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൽ ഈ ചുമരുകളിൽ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും അതിലെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇവിടെ ഈ ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിലെ ചിത്രങ്ങളും ഇതൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ രാമായണം പാരായണം ചെയ്യുന്നതും കൾച്ചറൽ സ്റ്റഡീസും ധ്യാനത്തിലിരിക്കുന്നതും ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ കാണാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.